കോൺഗ്രസിൽ ഇപ്പോൾ പുകയുന്നത് കൂടോത്ര വിവാദമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ പരിഹസിക്കുന്നത് കൂടോത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയായി മാറിയിരിക്കുന്നു എന്നാണ് KPCC എന്ന ചുരുക്കപ്പേരിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരിഹാസം വരുന്നത്. കാരണം ഈ സുധാകരൻ്റെ കസേരക്കടിയിൽ നിന്ന് കൂടോത്രം കണ്ടെത്തുന്നതും അതുമായി ബന്ധപ്പെട്ട വാക്പോരുകളുമൊക്കെ നമ്മൾ കണ്ടു. ഈ 21-ാം നൂറ്റാണ്ടിലും ഈ നേതാക്കളൊക്കെ കൂടോത്രത്തിൻ്റെ പുറകെ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നാണം തോന്നും ആ രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതൃത്വത്തെയും കുറിച്ച് ഓർത്തിട്ട്. ഏതായാലും അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നു എന്നതാണ്. കെ മുരളീധരനും കെ സുധാകരനും കൈകോർക്കുന്നു. അതായത് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായതിനു ശേഷം മുരളീധരൻ സംസാരിക്കാനും മുഖം കൊടുക്കാനും തയ്യാറായ ഏക നേതാവ് സുധാകരൻ മാത്രമാണ്. ഇപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ കരുണാകരൻ ജന്മദിന അനുസ്മരണം നടക്കുന്ന ദിവസമാണിന്ന്. ആ പരിപാടിയിലേക്ക് സുധാകരന് മാത്രമാണ് ക്ഷണമുള്ളത്. മറ്റൊരു നേതാവിനെയും മുരളീധരൻ ക്ഷണിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ആ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ സാധ്യത, കൂടോത്ര വിവാദമടക്കമുള്ള കാര്യങ്ങളുടെ സമഗ്ര വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം KPCCയിൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്തെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. നൃപൻ, രസകരമാണ് കാര്യങ്ങൾ. ഒരു വശത്ത് കൂടോത്രം, മറുവശത്ത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ. കെ മുരളീധരനും കെ സുധാകരനും കൈകോർത്ത് പുതിയൊരു ബ്ലോക്ക് രൂപപ്പെടുത്തുകയാണോ കോൺഗ്രസിൽ? എന്താണ് സംഭവിക്കുന്നത്? മനു, ഈ കൂടോത്ര വിവാദവും കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ നമ്മൾ പറയണോ, അതോ പ്രേക്ഷകർ പ്രതികരിക്കുന്നത് പോലെ പരിഹാസത്തോടെ ഇത് വിലയിരുത്തണോ എന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസിൻ്റെ സംബന്ധിച്ച രാഷ്ട്രീയം വിലയിരുത്തുന്ന ഒരാളെന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലയ്ക്ക്, ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് വല്ലാത്ത ഒരു ആശങ്ക എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിക്കുന്നതൊക്കെ അതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. ആദ്യം ഇന്നലെ ഒരു ദൃശ്യമാണ് കണ്ണൂരിലെ കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ഈ കൂടോത്ര സാമഗ്രികൾ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ വരുന്നു. അത് സംബന്ധിച്ച് KPCCയും നേതൃത്വവും അത് അത്ര ഗൗരവത്തോടെ അല്ല, തള്ളിക്കളയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നു. പക്ഷേ സുധാകരൻ, KPCC അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞു, ഏകദേശം 1.5 വർഷം മുമ്പ് തൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തത്. ഒപ്പം ഉണ്ടായിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കൂടുതൽ വിശദാംശങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കൂ എന്ന് കെ സുധാകരൻ പറഞ്ഞതോടുകൂടി മനു പറഞ്ഞതുപോലെ ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്ന ഒരാളാണോ KPCC അധ്യക്ഷൻ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടാകുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട തമ്മിലടിയിൽ പല തവണ കെ സുധാകരനെ മാറ്റാനുള്ള ശ്രമമുണ്ടായി. അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് തന്നെ വലിയ തരത്തിലുള്ള പോരാട്ടം നടത്തിയാണ്. അദ്ദേഹം സ്വയമേ വന്ന് KPCC ആസ്ഥാനത്ത് വന്ന് സ്വന്തം കസേരയിൽ സ്വമേധയാ അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന രീതി വരെ KPCC ആസ്ഥാനത്ത് ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പുതിയ നേതൃത്വം കെ സുധാകരൻ വന്ന ശേഷം അദ്ദേഹത്തെ പലതവണ മാറ്റും എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് നേരിട്ടുള്ള പോരാട്ടം വിട്ടിട്ട് ഈ അന്ധവിശ്വാസങ്ങൾക്ക് പുറമെ കൂടോത്രത്തിലേക്ക് പോകുന്നു. സുധാകരനെ അപായപ്പെടുത്താൻ മറുവിഭാഗം കൂടോത്രം ചെയ്തു. സുധാകരൻ്റെ വീട് എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള CCTV ക്യാമറയും സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. അവിടേക്ക് ആരാണ് പ്രവേശിച്ച് ഈ പറയുന്ന കൂടോത്ര സാമഗ്രികൾ കുഴിച്ചിട്ടത് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി അദ്ദേഹവുമായി അടുത്ത അനുയായികളാണ്. പുറത്തു നിന്ന് മനു BJPക്കാരോ കോൺഗ്രസ് CPMകാരോ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളാരും KPCC ആസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്കടിയിൽ കൊണ്ടുവന്ന് ഏലസ് വയ്ക്കുമെന്ന് കരുതുന്നില്ല. പേട്ടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സമാനമായി ഏലസ് കൊണ്ടുവരാൻ സാധ്യതയില്ല. ദില്ലിയിൽ അദ്ദേഹത്തിൻ്റെ വസതിക്ക്, നർമ്മദ ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഏലസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സോഫ സെറ്റിക്കകത്ത്, അദ്ദേഹം കിടക്കുന്ന സോഫ സെറ്റിക്കകത്ത് ഈ ഏലസ് കണ്ടെടുത്തു എന്നതാണ്. അത് ഏലസ് എടുക്കുന്നതിനിടയിൽ, ഭസ്മവും ഏലസും എടുത്ത് മാറ്റുന്നതിനിടയിൽ ഈ വൃത്തിയാക്കുന്ന ആൾക്ക്, ഇതെടുത്തു മാറ്റിയ പരിചാരകന് വലിയ തലചുറ്റലും ദേഹാസ്വസ്ഥയും അനുഭവപ്പെട്ടു എന്നൊക്കെ കഥകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും കൂടോത്രങ്ങളും പറയുന്ന ആൾക്കാർക്ക് അത് സാധൂകരിക്കുന്നതിന് വേണ്ടി ചില ഉപകഥകൾ കൂടി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകഥകൾ കൂടി ഉണ്ടാവുകയാണ്. അത് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കാലിൻ്റെ ഭാഗം ഈ മന്ത്രവാദി ഈ കൂടോത്ര സാമഗ്രികൾ എടുക്കുന്നു. അപ്പോൾ കാലിൻ്റെ രൂപം എടുക്കുമ്പോൾ ഈ മന്ത്രവാദി എന്ന് ചോദിക്കുന്നു, കാലിൻ്റെ രൂപമുണ്ട്. അപ്പോൾ അത് സുധാകരൻ തന്നെ പറയുന്നു, എനിക്ക് ഈ അടുത്ത കാലത്തായി കാലിന് വലിയ തരത്തിലുള്ള ബലക്കുറവുണ്ട്, തലയുടെ ഭാഗം എടുക്കുമ്പോൾ എനിക്ക് തലചുറ്റൽ
തലചുറ്റൽ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് കൗതുകം. കാരണം ഈ കെ പി സി സി അധ്യക്ഷന് ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മനുവിൻ്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറയുന്ന അറിയില്ല, ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഈ ചോദിച്ചറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദികളെടുത്ത് എന്താണ് അവരുടെ വിഷയം, നമ്മൾ ഡോക്ടർമാരെയൊക്കെ അസുഖങ്ങൾ കാണിക്കാൻ പോകുന്നത് പോലെ, അസ്വസ്ഥതകൾ പറയുന്നത് പോലെ മന്ത്രവാദികളടുത്ത് പോകും. അങ്ങനെ ഒരു മന്ത്രവാദിയുടെ അടുത്ത് കെ സുധാകരനെ കൂട്ടിക്കൊണ്ടുപോയത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മന്ത്രവാദിയാണ്. ഹലോ, ഇതിനിടയ്ക്ക് മന്ത്രവാദിനെ കാണാൻ പോയി. തീർച്ചയായും. അതുകൊണ്ടാണല്ലോ മന്ത്രവാദിയാണല്ലോ ഇത് പറയുന്നത്. കാരണം ഇതിന് പരിഹാരമുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനോട് പറയുന്നു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മന്ത്രവാദി പറയുകയാണ്, താങ്കളുടെ വീട്ടിൽ താങ്കൾക്ക് വലിയ തരത്തിലുള്ള ദോഷമുണ്ട്, വലിയ തരത്തിൽ താങ്കളുടെ എതിരാളികൾ താങ്കൾക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അത് താങ്കളുടെ വീട്ടിൽ തന്നെ അത് ദുർമന്ത്രവാദത്തിൻ്റെ സാമഗ്രികൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് മന്ത്രവാദി പറയുന്നു. എന്നിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ഒപ്പം തന്നെ സുധാകരനും സുധാകരൻ്റെ അടുത്ത കുറച്ച് അനുയായികളും ചേർന്നാണ് ഈ മന്ത്രവാദ സാമഗ്രികൾ, കൂടോദ്ര സാമഗ്രികൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ശേഷമാണ് ഈ മന്ത്രവാദി പറയുന്നത്. അതാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിലും കെ പി സി സി അധ്യക്ഷ പദവി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരിരുന്ന പദവിയാണ്. അവിടെ ഈ കാലത്തിലും ഇങ്ങനെ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കെ പി സി സി അധ്യക്ഷനാണോ? രസകരമായ കാര്യമുണ്ട് നിർഭന്. കെ സുധാകരൻ എം പി അല്ലേ, പാർലമെന്റിൽ എം പി അല്ലേ? ഇത്തവണ കോൺഗ്രസ് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് എങ്ങനെയാണ്? ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ്. ആ ഭരണഘടനയുടെ 51-ാം അനുച്ഛേദം പറയുന്നൊരു കാര്യമുണ്ട്, 51-ാം അനുച്ഛേദം പറയുന്നൊരു കാര്യമുണ്ട്, ശാസ്ത്ര അവബോധം രാജ്യത്ത് പ്രചരിപ്പിക്കണം. ഭരണഘടന എന്ന് പറയുന്ന പുസ്തകം വലുതാണ്, അത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ജവഹർലാൽ നെഹ്റുവിനെ എങ്കിലും ഒന്ന് ഓർത്താൽ മതിയായിരുന്നു ഇമാതിരി പരിപാടിക്ക് പോകും മുമ്പ്. ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ ഈ മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി നിന്ന് പറയാൻ ഇവർക്ക് നാണമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും മനു, കേരളത്തിലെ രാഷ്ട്രീയവും ഇന്ത്യയിലെ രാഷ്ട്രീയവും ഏറെ വലിയ സങ്കീർണമായ കാര്യത്തിൽ പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. അത്തരം ഒരു കാലത്ത് നമ്മൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നൊരു ഗതികേടുണ്ടാകുന്നു. കാരണം അത് തന്നെ നൽകുന്ന സന്ദേശം അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുമ്പോൾ ഗുണകരമായാണ് നമ്മൾ വിമർശിക്കുമ്പോഴും ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് കെ സുധാകരൻ പോലും മന്ത്രവാദിയുടെ അടുത്ത് പോയി എന്നൊരു സന്ദേശം വരാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക, ഈ 21-ാം നൂറ്റാണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഈ സമൂഹത്തെയും നാടിനെയും ഈ ചരിത്രത്തെയും ഒക്കെ തന്നെ പിന്നോട്ട് നടത്തുന്ന ഇത്തരം ആൾക്കാരുടെ രീതിക്കൊപ്പമല്ല നമ്മൾ പോകേണ്ടത്. അതിനെ നമ്മൾ വിമർശന ബുദ്ധിയായാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കൂടോത്ര സാമഗ്രി എടുക്കുകയും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനും ഇപ്പോഴും നിലവിലെ കാസർഗോഡ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ ഈ രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ആ നിലയ്ക്ക് വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള നേതാക്കൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ദുർമന്ത്രവാദത്തിലും അന്ധവിശ്വാസത്തിലും വിശ്വസിക്കുന്നവരുണ്ടോ, അത് ചരിത്രത്തിലും ഈ കാലത്തിനുമെതിരെ സഞ്ചരിക്കുന്നവരാണെന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ അത്തരം ചില വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പോൾ കൂടോത്ര രാഷ്ട്രീയത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ നേതാക്കൾ, ബന്ധപ്പെട്ട നേതാക്കളാണ് പ്രതികരിക്കേണ്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം തേടിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ബാക്കി കാര്യങ്ങൾ പറയും, ഉണ്ണിത്താൻ ബാക്കി പറയുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പുള്ള വീഡിയോ ദൃശ്യമാണ്. ആ ദൃശ്യങ്ങൾ പുറത്തുപോയത് സംബന്ധിച്ചും കെ സുധാകരന് വല്ലാത്ത ജാള്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷനോട് ഈ കാര്യങ്ങൾ കെ പി സി സി ഇന്ദിരാഭവനിൽ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരുന്നു എങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അതാണ് ഉണ്ണിത്താനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. കാരണം അവിടെ സുധാകരൻ്റെ വിഭാഗ നേതാക്കളും മന്ത്രവാദിയും ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിഷയം മനു കേട്ടില്ല. പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലെന്ന്. പ്രതിപക്ഷ നേതാവ് ഇത് അറിഞ്ഞില്ല എന്നാണ്. അദ്ദേഹം ഈ പ്രത്യേക രീതിയിൽ സെൻസർ ചെയ്ത് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് നമ്മൾ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രതികരിക്കുന്നതിൽ നമുക്കെന്താണ് സെൻസർ ചെയ്ത് പ്രതികരിക്കാം, പക്ഷെ കാണുന്നതിലും കേൾക്കുന്നതിലും പ്രത്യേക രീതിയിൽ സെൻസർ ചെയ്ത് കാണുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്നലെ ഈ സംഭവം വരുന്ന സമയത്ത് അദ്ദേഹം നിയമസഭയിലായിരുന്നു. അതിനുശേഷം മീഡിയ റൂമിൽ അദ്ദേഹം വരുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അവജ്ഞയോടുകൂടി വി ഡി സതീശൻ തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ അതിനുശേഷം വാർത്തകൾ വലിയ രീതിയിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഒരു മാധ്യമമാണ്, ഒരു വിഷ്വൽ മീഡിയയാണ് ആദ്യം ഈ വാർത്തയുടെ ദൃശ്യങ്ങൾ കൊണ്ടുവന്നത്. അതിനുശേഷം മറ്റ് മാധ്യമങ്ങളും ഈ ദൃശ്യങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് വർത്തമാന പത്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ തരത്തിൽ വാർത്ത വന്നിട്ടുണ്ട്, 1-ാം പേജ് വാർത്തയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇന്ന് നിയമസഭ ചേരുന്ന ദിവസമാണ്. വി ഡി സതീശൻ തിരുവനന്തപുരത്തുണ്ട്.
അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹം കാണുകയും കേട്ടിരിക്കുകയും ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇനി വരുന്ന മണിക്കൂറിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനു സൂചിപ്പിച്ചത് മുഖവുരയായി പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് കെ കരുണാകരൻ്റെ ആദരണീയനായ ലീഡറുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് മേക്കറായിട്ടുള്ള കെ കരുണാകരൻ്റെ 106ാമത് ജന്മദിന ആചരണമാണ്. ഇന്ന് അയ്യങ്കാളി ഹാളിൽ ഒരു ആചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആചരണ പരിപാടി കെ മുരളീധരൻ, ലീഡറുടെ മകനായ കെ മുരളീധരൻ തന്നെയാണ് നേരിട്ട് സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരന് മാത്രമാണ് ക്ഷണമുള്ളത്. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ആ പോസ്റ്ററിൽ പറയുന്ന 2 ചിത്രങ്ങൾ, ഒന്ന് കെ സുധാകരൻ്റെയും ഒപ്പം തന്നെ കെ മുരളീധരൻ്റെയാണ്, ഒപ്പം കെ കരുണാകരൻ്റെ ചിത്രമുണ്ട്. മറ്റ് നേതാക്കളെ, പ്രത്യേകിച്ച് ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുകയാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ പരിപാടി ക്ഷണിച്ചിട്ടില്ല. അത് മറ്റൊരു രാഷ്ട്രീയ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. കാരണം ഈ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം ഈ കെ മുരളീധരനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് കെ സുധാകരനാണ്. ആദ്യം പോയി ഈ മുരളീധരൻ്റെ വിഷമങ്ങളൊക്കെ കേട്ടത് കെ സുധാകരനാണ്. അന്ന് കെ സുധാകരൻ പുറത്തു വന്ന ശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. കെ മുരളീധരൻ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ്, അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള വിഷമം സംഭവിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്, ഏത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ കെ മുരളീധരന് വേണമെങ്കിൽ KPCC അധ്യക്ഷൻ്റെ പദവി അടക്കം നൽകാൻ പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള നിലപാടാണ് കെ സുധാകരൻ പറഞ്ഞത്. അതനുസരിച്ചിട്ട് പ്രത്യേക ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് പോകുന്നുണ്ട്. കെ മുരളീധരനും കെ സുധാകരനും ഒന്നിച്ച് അടുക്കുന്നു. പാർട്ടിയിൽ മുതിർന്ന നേതാക്കളുടെ ചില പിന്തുണയും ഈ വിഭാഗത്തിനുണ്ട്. VD സതീശനാണ് അവസാനത്തിൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുകയും വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോവുകയും വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. കെ മുരളീധരൻ്റെ പരാജയത്തിന് വലിയ തരത്തിൽ അട്ടിമറി ഉണ്ടായി, തന്നെ നിർത്തി അവഹേളിച്ച് പരാജയപ്പെടുത്തി എന്നതാണ് കെ മുരളീധരൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പോരാട്ടം ശക്തമാണ്. അതുകൊണ്ട് കെ മുരളീധരൻ തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കുന്നു. KPCC അധ്യക്ഷ പദവി പോലെയുള്ള പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരണം എന്ന് തന്നെയാണ് കെ മുരളീധരൻ്റെ ആഗ്രഹം. അതിന് ഒത്താശയും അതിനു വേണ്ട പിന്തുണയും നൽകുന്ന തരത്തിലേക്ക്, കാരണം വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന MP ആയി വിജയിച്ച ശേഷം കെ സുധാകരൻ ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞില്ല എങ്കിലും 2 ചുമതലകൾ ഒന്നിച്ചു കൊണ്ടുപോകാനും ശാരീരികമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടും തുടരാതെ വന്നാൽ സ്വാഭാവികമായും അവിടേക്ക് പരിഗണിക്കുന്നത് കെ സുധാകരൻ്റെ കൂടി സമ്മതത്തോടെ കെ മുരളീധരൻ ആ പദവിയിലേക്ക് വരും. പ്രതിപക്ഷ നേതാവ് പദവി അല്ലെങ്കിൽ KPCC അധ്യക്ഷ പദവി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് കെ മുരളീധരൻ ഉന്നം വയ്ക്കുന്നത്. അത് അദ്ദേഹം പാർലമെൻ്ററി രംഗത്ത് തലസ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ആർക്കാണ് ഭീഷണി എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായി VD സതീശനാണ്. അതുകൊണ്ട് ആ പോരാട്ടത്തിന് വേറൊരു മാനവും കൂടിയുണ്ട്. മനു. ശരി നൃപൻ, ഒരു കാര്യം പറയാനുള്ളത്, വാർത്തയൊക്കെ പറയുന്നത് കൊള്ളാം, പക്ഷേ ആ KPCCയുടെ പരിസരത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കംപ്ലീറ്റ് ഈ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടേക്ക് വന്നാൽ കേൾക്കുന്നേ, വല്ല മോട്ടയൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. കാരണം KPCC പ്രസിഡന്റ് കസേരയുടെ അടിയിൽ നിന്നാണല്ലോ തകിട് കിട്ടിയത്, അതുകൊണ്ട് സൂക്ഷിക്കണം. തീർച്ചയായും ഇന്നലെ മുതൽ വലിയ തരത്തിലുള്ള ട്രോളുണ്ട്. ആ ട്രോളൊക്കെ നമ്മൾ ഈ മിഥുനം സിനിമയിൽ കുഴിച്ചിട്ട ഈ പറയുന്ന കൂടോത്ര സാമഗ്രി പുറത്തെടുക്കുന്ന നെടുപിടി വേണുവിൻ്റെയും മന്ത്രവാദി വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ജഗതിയും ഇന്നസെന്റിന്റെ വലിയൊരു കോമഡി ദൃശ്യമുണ്ട്. ഇന്നും കേരളത്തിൽ അത് സജീവമായി ചർച്ച ചെയ്യുകയാണ്. അത് KPCC ആസ്ഥാനത്തൊക്കെ കയറുമ്പോഴൊക്കെ എവിടെയാണ് ഏലസ് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് നോക്കണം എന്ന തരത്തിലുള്ള സജീവമായ ട്രോളുകൾ സജീവമായി കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മനു. നൃപൻ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സത്യത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ കേരളീയ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന കാര്യങ്ങളാണ് KPCCയുമായി ബന്ധപ്പെട്ട്, കെ സുധാകരനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ഈ കൂടോത്രത്തിലൊക്കെ മനുഷ്യൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുതരം ചിന്താഗതിയാണ് അവർ വച്ച് പുലർത്തുന്നത്? പ്രത്യേകിച്ചും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ 1ാമത്തെ നേതാവാണ് ഈ കൂടോത്രത്തിൻ്റെ ഒക്കെ പുറകെ പോകുന്നത്.